2026 ജോലി നേടുമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ടാണ് PSC ഉദ്യോഗാർത്ഥികളെല്ലാം ഇപ്പോൾ പഠനം തുടരുന്നത്. എങ്കിലും പല സാഹചര്യങ്ങളിലും മനസ്സിലൊരു കൺഫ്യൂഷൻ കാണും. എനിക്ക് ഈ ജോലി കിട്ടുമോ? ഞാൻ പഠിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയിലാണോ? എന്തൊക്കെയാണ് വിജയിക്കാനുള്ള വഴികൾ? ഇങ്ങനെ പല കാര്യങ്ങളും അന്വേഷിച്ച് നടക്കുന്നവരായിരിക്കും ഈ വീഡിയോയിലും എത്തിപ്പെട്ടത്. വിജയത്തിന് കുറുക്കുവഴികളില്ല എന്ന കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മാജിക് ട്രയാങ്കിളിലൂടെ നിങ്ങൾക്ക് 2026 നിങ്ങളുടെ സ്വപ്ന ജോലി നേടാനായിട്ട് സാധിക്കും. പലരും പല എക്സാമുകൾ ഫോക്കസ് ചെയ്തിട്ടാണ് പഠനം ആരംഭിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഏത് പരീക്ഷയുമായിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്ഥിരമായിട്ട് പഠിക്കുക. ഒരു ദിവസം പോലും നിങ്ങൾ പഠിക്കാതെ ഇരിക്കാനായിട്ട് പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിവിഷനാണ്. ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് മറന്നു പോകും. എക്സാം ഹോളിലെത്തുമ്പോൾ എവിടേക്കോ കേട്ട കാര്യങ്ങളാണ്, എന്നാൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളും പിന്നീട് നെഗറ്റീവിലേക്കും പോകും. മൂന്നാമത്തെ കാര്യം പ്രാക്ടീസാണ്. പഠിച്ച കാര്യങ്ങൾ എക്സാമിൻ്റെ രൂപത്തിൽ എഴുതി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയും നെഗറ്റീവിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരു മാജിക് ട്രയാങ്കിൾ പോലെ കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയമുണ്ടാകും. ഇനി ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് സൈഡാണ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത. സ്ഥിരമായിട്ട് പഠിക്കണം. എല്ലാവരും ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രോബ്ലമാണ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം പഠിച്ചു, പിറ്റേ ദിവസം കുറച്ച് ലോ ആയി, 2 ദിവസം ക്ഷീണിച്ചിരുന്ന് വീണ്ടും എടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ പഠനം അവിടെ ബ്രേക്ക് ആവുകയാണ്. സ്ഥിരമായിട്ട് ഡെയിലി നിങ്ങൾ പഠിക്കണം. ഡെയിലി നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും, ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വയ്യാതെ കിടക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫോൺ എടുത്ത് നിങ്ങൾക്ക് അതിലൊരു മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണാനോ ഉള്ളൊരു ആരോഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് പഠിച്ചിരിക്കണം. അന്ന് നിങ്ങളുടെ ന്യായീകരണമാണ്. എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വയ്യാതെ കിടക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ന്യായീകരണം മാത്രമാണ്. അത് നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും പറ്റും, പഠിക്കാനും കഴിയും. അല്ല, നിങ്ങൾക്ക് ബുക്ക് എടുത്ത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ ക്ലാസ്സെങ്കിലും കണ്ട് എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ദിവസവും നിങ്ങൾ ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂർ പഠിക്കണമെന്നൊക്കെ കുറേ പേർക്ക് ചോദ്യമുണ്ട്. അതൊക്കെ നിങ്ങളൊരു ടോപ്പിക്ക് സെറ്റാക്കുക. അപ്പോൾ ആ ടോപ്പിക്ക്, ചിലർക്ക് ആ ടോപ്പിക്ക് പഠിക്കാൻ അരമണിക്കൂർ മതി, ചിലർക്ക് ചിലപ്പോൾ അത് 3 മണിക്കൂർ എടുക്കും, ചിലർക്ക് 6 മണിക്കൂർ എടുക്കും. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് അത്രയും കാര്യങ്ങൾ പഠിച്ച് തീർക്കുന്നത് വരെ അന്നത്തെ ദിവസം പഠിക്കുക. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക. അല്ലാതെ എല്ലാ ദിവസവും ഇത്ര അങ്ങനെയൊന്നും വെക്കണ്ട. ഒരു ടോപ്പിക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ആ കാര്യങ്ങൾ പഠിച്ച് തീർത്തിട്ട് അന്നത്തെ ദിവസം എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. നിങ്ങളൊരു ചലഞ്ചിൽ ഏർപ്പെടുക. സ്വന്തമായിട്ടൊരു ചലഞ്ചിൽ ഏർപ്പെടുക. ഒരു മാസം നിങ്ങൾ കുറഞ്ഞത് നോക്കുക. ഈ 30 ദിവസം ഞാൻ സ്ഥിരമായിട്ട് പഠിച്ചിരിക്കും. ഇത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു ചലഞ്ചാണ്, ഒരു വാശിയാണ്. അങ്ങനെ ഞാൻ തോറ്റു പോകത്തില്ല. സ്വന്തം മനസ്സിനോട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒരു ചലഞ്ച് വെക്കുക. ഞാൻ ഇത്ര ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും എന്നുള്ളത്. കാര്യങ്ങൾ വെറുതെ വായിച്ചു പോകുകയല്ല, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പഠിക്കുമെന്ന് മനസ്സിലൊരു ചലഞ്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ആ ട്രയാങ്കിളിൻ്റെ ഒന്നാമത്തെ സൈഡ് കഴിഞ്ഞു. കൺസിസ്റ്റൻസി. സ്ഥിരമായിട്ട് നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുക. ടോപ്പിക്ക് സെറ്റ് ചെയ്തിട്ട് അത് പഠിച്ച് തീർക്കുന്നത് വരെ ഡെയിലി നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. സ്ഥിരമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. എല്ലാവരും എപ്പോഴും പറയുന്നതാണ് റിവിഷൻ. ഇതൊക്കെ ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ പലപ്പോഴും നടക്കാറില്ല. പഠിച്ച് പോകുന്നു, പക്ഷേ പഴയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, മറന്നു പോകുന്നു. എക്സാം ഹോളിലെത്തുമ്പോൾ റിവിഷൻ ഇല്ലാത്തതിൻ്റെ പ്രോബ്ലം നെഗറ്റീവിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങൾ എവിടെയോ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വായിച്ചിട്ടുള്ള ഉത്തരമാണ്, പക്ഷേ ഇതിനകത്ത് ഏതാണ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിനുള്ള കാരണം റിവിഷൻ ഇല്ലായ്മയാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. തലേന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുത്തതിന് ശേഷം പുതിയ കാര്യങ്ങളിലേക്ക് പോവുക. ഒരാഴ്ചയിൽ റിവിഷൻ ചെയ്യുക. സൺഡേ എൻ്റെ റിവിഷൻ ഡേ ആണ്. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് അത് പലപ്പോഴും ഫ്ലോപ്പായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, പഠനത്തോടൊപ്പം കുറച്ച് സമയം, ഒരു 15 മിനിറ്റ് ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ട് കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഈ ആഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു എക്സാം ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിവിഷനാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തുക, അല്ലെങ്കിൽ അത് നെഗറ്റീവിലേക്ക് നയിക്കും.
റിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. നിങ്ങൾ ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഒരു 10 ചോദ്യം ഒരു ബുക്കിൽ എഴുതി വെക്കുക. അതിൻ്റെ ആൻസർ അന്ന് ചെയ്യണ്ട, ജസ്റ്റ് മാറ്റി വെച്ചേക്കുക. വീണ്ടും പിറ്റേ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ബുക്കിനകത്ത് ക്വസ്റ്റ്യനായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം തലേ ദിവസത്തെ കാര്യങ്ങളുടെ ഉത്തരം ഒന്ന് എഴുതി നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കാം. നിങ്ങൾ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട. നിങ്ങളുടെ ബുക്കിൽ ഇന്ന് പഠിക്കുന്ന ഭാഗത്ത് നിന്ന് 10 ചോദ്യങ്ങൾ എടുത്ത് വെച്ചിട്ട് അടുത്ത ദിവസം അതിന് ആൻസർ ചെയ്തിട്ട് എത്ര എണ്ണം ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കുക. അതുപോലെ എന്ത് ചെയ്യുക, ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ഈ 7 ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ആ രീതിയിൽ റിവിഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ ട്രയാങ്കിളിൻ്റെ രണ്ടാമത്തെ സൈഡ്. ഇനി ഇത് ബാലൻസ് ആവണമെങ്കിൽ മൂന്നാമത് ഒരു കാര്യവും കൂടിയുണ്ട്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ OMR ഷീറ്റിൽ അറ്റൻഡ് ചെയ്യുന്നത് പോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒത്തിരി ചാനലുകളിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. നിങ്ങളിത് കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം 2026 പരീക്ഷയിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2025 നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം എടുക്കുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒത്തിരി ചാനലിൽ നിന്നെല്ലാം കിട്ടും. നമ്മുടെ ചാനലിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് തരാം. അത് നിങ്ങൾ ടൈം വെച്ചിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് എഴുതാനായിട്ട് പഠിക്കണം. പ്രോപ്പറായിട്ട് നിങ്ങൾ ഡെയിലി എക്സാം എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതൊരു ശീലമാവും. നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയാത്ത ഭാഗം ഏതൊക്കെയാണ്, ഇത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പ്രശ്നം എല്ലാ പരീക്ഷയും നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അറിയാത്ത ഭാഗം എന്നും അറിയാതെ തന്നെ കിടക്കും. ഒരു പരീക്ഷ എഴുതിയിട്ട് വരും, ഈ ഭാഗം എനിക്കിന്ന് കിട്ടിയില്ല. വീണ്ടും പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ അടുത്ത പരീക്ഷ എഴുതാൻ പോകുമ്പോഴും എന്ത് ചെയ്യത്തില്ല, ആ ഭാഗങ്ങൾ കിട്ടത്തില്ല. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാത്ത പോർഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തി അത് പഠിക്കുന്നത് നല്ല യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് നെഗറ്റീവ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി ഒരു 10-25 എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ നെഗറ്റീവ് കുറയും. നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഒരു മാസം നിങ്ങൾ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഡെയിലി സ്ഥിരമായിട്ട് പഠിച്ച് അത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തിട്ട് ഒരു മാസം നിങ്ങൾ തന്നെ ഒരു ചലഞ്ച് വെച്ചൊന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ വിജയിക്കാനുള്ള മാജിക് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ട്രയാങ്കിൾ രൂപപ്പെടുത്തേണ്ടത്. ഈ 3 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 2026 വരാൻ പോകുന്ന പരീക്ഷയിൽ ടോപ്പ് റാങ്കിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൗജന്യ യൂട്യൂബ് ക്ലാസ്സുകളും ടെലിഗ്രാമിൽ എക്സാമുകളും നൽകുന്നുണ്ട്. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബെക്കോ LDC, കമ്പനി ബോർഡ് LGS, സ്റ്റോർമാൻ മുതലായ പരീക്ഷകളാണ്. അപ്പോൾ ഫ്രീ യൂട്യൂബ് ക്ലാസ്സുകളും എക്സാമുകളും എല്ലാം ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. അതിലും കൂടെ കയറി ജോയിൻ ചെയ്യുക. 2026 നിങ്ങളുടെ സ്വപ്ന ജോലി നേടാനായിട്ട് നിങ്ങളോടൊപ്പം സപ്പോർട്ടായിട്ട് നമ്മളും ഉണ്ടായിരിക്കും. താങ്ക്